പൻഹാല കോട്ടയിൽ സംഭാജി നിലനിൽക്കെ റായ്ഗഡിലെത്തിയ ശിവജി അതിഗംഭീരമായി തന്നെ രാജാറാമിൻ്റെ വിവാഹം കൊണ്ടാടുകയുണ്ടായി. പ്രതാപ് റാവ് ഗുജ്ജറിൻ്റെ മകളുമായിട്ടായിരുന്നു രാജാറാമിൻ്റെ വിവാഹം നടത്തപ്പെട്ടത്. രാജാറാമിൻ്റെ ഭാര്യയുടെ പേര് ജാനകിഭായ് എന്നുമാണ്. 1680 മാർച്ച് 15 അതിഗംഭീരമായ വിവാഹം നടത്തപ്പെട്ടത്. എന്നാൽ അതിനെ തുടർന്നുണ്ടായ ആഘോഷങ്ങളും പരിപാടികളുമൊക്കെ പൊടുന്നനെ അവസാനിക്കുകയാണ്. കാരണം 1680 മാർച്ച് 24 അസുഖം ബാധിച്ച് ഛത്രപതി ശിവജി കിടപ്പിലാവുകയാണ്. അസുഖം അതിവേഗം വർദ്ധിക്കുകയും തിരിച്ചുവരവില്ലാത്ത വിധം കാര്യങ്ങൾ മാറിമറിയുകയുമുണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ 1680 ഏപ്രിൽ 3 ഛത്രപതി ശിവജി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. എന്നാൽ ഛത്രപതി ശിവജിയുടെ അപ്രതീക്ഷിത മരണം ഇനി ആരാണ് രാജാവ് എന്ന ചോദ്യത്തിന് വലിയ പ്രശ്നങ്ങൾ തന്നെ സ്വരാജ്യയിൽ സൃഷ്ടിച്ചു. സംഭാജി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ലല്ലോ. ശിവജി പോലും ആ രീതിയിൽ തന്നെയാണ് നിലനിന്നത്. ആ സമയം റായ്ഗഡിൽ വലിയ നീക്കങ്ങൾ നടക്കുകയുമാണ്. 1680 ഏപ്രിൽ 21 ശിവജിയുടെ മന്ത്രിമാർ രാജാറാമിനെ അടുത്ത ഭരണാധികാരിയായി വാഴിക്കുകയും അതിനു പ്രകാരം ചടങ്ങുകളൊക്കെ നടത്തപ്പെടുകയുമുണ്ടായി. എന്തിന് അത്തരമൊരു നടപടി എടുത്തു എന്നതുമായി ബന്ധപ്പെട്ട് പലരും പല നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കാണാം. രാജ്യത്തിനെ വിട്ടിട്ട് പോയിട്ടുള്ള സംഭാജിയോട് ഉറപ്പായും പലർക്കും പ്രശ്നങ്ങളുണ്ടാവാം. സംഭാജിയുടെ തിരിച്ചുവരവിൽ പോലും പലരും അസ്വസ്ഥരായിരിക്കാം. ശിവജി എന്ന് പോരാടാൻ തുടങ്ങിയോ അന്നു മുതൽ ശിവജിയോടൊപ്പം നിൽക്കുന്ന ഒട്ടേറെ പേർ ആ രാജ്യത്തുണ്ട്. മറ്റൊന്ന്, ശിവജി തന്നെ സംഭാജിയെ റായ്ഗഡിലൊന്നും കൊണ്ടുവരാതെ ഒഴിവാക്കിയത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. ശിവജിയെ തുടർന്ന് അധികാരത്തിലെത്താനുള്ള ക്വാളിറ്റി സംഭാജിക്കില്ല എന്ന നിലയിലാണ് പലരും ആ സമയം നിന്നത് എന്ന് കാണാം. ഛത്രപതി ശിവജിയുടെ അന്ത്യകർമ്മങ്ങൾ റായ്ഗഡിൽ വെച്ച് നടത്തിയത് രാജാറാമാണെന്ന് കാണാം. ശിവജിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയെ രഹസ്യമാക്കുകയും പ്രത്യേകിച്ച് സംഭാജി അറിയാതിരിക്കാനുള്ള നടപടികളും അവർ എടുക്കുകയുണ്ടായി. ശിവജിയുടെ മരണസമയത്ത് കോട്ടയിൽ പ്രധാനപ്പെട്ടവരായി ഉണ്ടായിരുന്നത് റാണിയായ സോയറാഭായിയും മന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് നിറാജിയുമാണ്. ഇവർ ശിവജിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അണ്ണാജി ദത്തോവിനെയും പേഷോ ആയിട്ടുള്ള മോറോബൻ പിംഗ്ലിയെയും വിവരമറിയിക്കാനുള്ള നടപടികളെടുക്കുകയും റായ്ഗഡിൻ്റെ കോട്ട മേഖലകളിൽ നിന്ന് വാർത്ത പുറത്തു പോവാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയുമുണ്ടായി. കണക്കുകളനുസരിച്ച് അണ്ണാജി ദത്തോ ഏപ്രിൽ 10 പിംഗ്ലെ അതിന് 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞും മാത്രമാണ് റായ്ഗഡിലേക്ക് എത്തുന്നത്. ഔദ്യോഗികമായി നോക്കിയാൽ സംഭാജി രാജാവാകണമെന്നിരിക്കെ രാജാറാമിനെ രാജാവാക്കുന്നതിൽ എവിടെയും സംശയമൊക്കെ നിഴലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശിവജിയുടെ വലംകൈയായിട്ടുള്ള മൊറോബൻ പിംഗ്ലിയുടെ വരവിനായി ഏവരും കാത്തിരിക്കുകയുണ്ടായി. മൊറോബൻ പിംഗ്ലിയെയും മന്ത്രിമാരുടെ തീരുമാനങ്ങളെ പിന്തുണച്ചു എന്ന് പറയാം. പ്രത്യേകിച്ച് സംഭാജി രാജ്യത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ചു എന്നൊരു പ്രതീതിയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഏവരും തീരുമാനിച്ച് 21 രാജാറാമിനെ രാജാവായി വാഴിക്കുകയുണ്ടായി. ഇവിടെ പിംഗ്ലിയുടെയോ അണ്ണാജി ദത്തയുടെയോ പ്രവർത്തനങ്ങളെ കുറ്റം പറയുകയൊന്നും സാധ്യമല്ല. പ്രത്യേകിച്ച് ശിവജി തന്നെ സംഭാജിയാണ് അടുത്ത രാജാവാകേണ്ട ആൾ എന്നൊന്നും എവിടെയും പറയുകയും ചെയ്തിട്ടില്ല. അങ്ങനെ റായ്ഗഡ് കോട്ടയുടെ സംരക്ഷണത്തിന് കീഴിൽ സൃഷ്ടിക്കപ്പെട്ട കിരീടധാരണ ചടങ്ങിനെയൊക്കെ തുടർന്ന് അവിടെയൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഈ സമയം റായ്ഗഡ് മേഖലയിലുള്ള സംഭാജിയുടെ ചാരന്മാർ മരണവാർത്തയൊക്കെ മനസ്സിലാക്കുകയും സംഭാജിയെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. അതോടെ സംഭാജി അപകടം മണക്കുകയാണ്. ഉടനെ തനിക്കൊപ്പമുള്ള സൈനികർക്ക് 2 മാസത്തെ അധികം പണമൊക്കെ നൽകി പൻഹാലയുടെ നിയന്ത്രണം സംഭാജി നേടിയെടുത്തു. അടുത്ത രാജാവ് താൻ തന്നെയെന്ന് സംഭാജി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പൻഹാല കോട്ടയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും സംഭാജിയെ കരുതൽ തടങ്കലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞുമുള്ള പിംഗ്ലയുടെ കത്ത് അവിടെ എത്തിയെങ്കിലും അതിനു മുന്നേ തന്നെ നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സംഭാജി പൻഹാലയുടെ നായകനായി നിലകൊണ്ടു. 1680 ഏപ്രിൽ 27 തന്നെ താനും രാജാവെന്ന നിലയിൽ സംഭാജി കൂടി ചടങ്ങുകൾ നടത്തിയതോടെ മറാത്ത ദേശത്ത് ആഭ്യന്തര യുദ്ധത്തിൻ്റെ വഴികൾ തുറന്നിടുകയുണ്ടായി. ഒരു വശത്ത് ശിവജിയുടെ മൂത്ത പുത്രനായ എന്നാൽ രാജ്യമൊക്കെ വിട്ടുപോയിട്ടുള്ള സംഭാജി, മറുവശത്ത് ഇളയ മകനായ എന്നാൽ രാജ്യത്തിനോടൊപ്പം തന്നെ നിലകൊണ്ട രാജാറാം. അങ്ങനെ അവിടെ ഒരു സ്പ്ലിറ്റ് തന്നെ രൂപപ്പെടുകയാണ്. ഈ സമയം സംഭാജി പോർച്ചുഗീസുകാരുമായൊക്കെ ബന്ധപ്പെട്ട് തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശിവജിയുടെ സേനാധിപതിയായിട്ടുള്ള ഹംബീർ റാവു മോഹിതയുടേത്. ശിവജിയുടെ മരണസമയത്തോ
അല്ലെങ്കിൽ രാജാറാമിൻ്റെ കിരീടധാരണ സമയത്തോ ഒന്നും ഹംബീർ റാവു മോഹിത്തെ കോട്ടയിലൊന്നും എത്തിയിരുന്നില്ല. പകരം അദ്ദേഹം യുദ്ധമുഖത്ത് തന്നെയായിരുന്നു. ഈ ഒരു സമയം ആദ്യം സംഭാജിയുടെ കത്താണ് ഹംബീർ റാവുവിലേക്ക് എത്തുന്നത്. ഛത്രപതി ശിവജി മരണപ്പെട്ടെന്നും മുഗളരുമായുള്ള യുദ്ധത്തിൽ ഇനി എന്നെ പിന്തുണയ്ക്കില്ലേ എന്ന നിലയിലൊക്കെ ആയിരുന്നു ആ കത്ത് വരുന്നത്. ഏതായാലും അവസരമൊക്കെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയ സംഭാജി ഹംബീർ റാവുവിൻ്റെ പിന്തുണ നേടിയെടുക്കുകയുണ്ടായി. അപ്രകാരം ഹംബീർ റാവുവിൻ്റെ പിന്തുണയുള്ള സംഭാജിയും രാജാറാമിനെ പിന്തുണയ്ക്കുന്ന പേഷ്വ മൊറോബന്ത് പിംഗ്ലെ, അണ്ണാജി ദത്തോ തുടങ്ങിയവരുടെ മറ്റൊരു വിഭാഗവും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള ഹംബീർ റാവുവിൻ്റെ പിന്തുണ സംഭാജിക്ക് ലഭിച്ചതോടെ സൈന്യത്തിൽ പലരും കളം മാറ്റുകയും സംഭാജിക്കൊപ്പം പൻഹാലയിൽ നിലകൊള്ളുകയുമൊക്കെ ഉണ്ടായി. ചുരുക്കിയാൽ സംഭാജി ശക്തനായി മാറി തുടങ്ങുകയാണ്. ഹംബീർ റാവു മോഹിതയുടെ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ സൈനിക വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ വരുമെന്നും ആഭ്യന്തരമായ ഒരു യുദ്ധം തന്നെ ഉണ്ടാവാൻ പോകുന്നു എന്ന നിലയും വന്നു. ആഭ്യന്തര യുദ്ധത്തിൻ്റെ അപകടമൊക്കെ മനസ്സിലാക്കിയ മൊറോബന്ത് പിംഗ്ലെ യുദ്ധം ഒഴിവാക്കാനായി ശിവജിയുടെയൊക്കെ തന്നെ 2 മേഖലകളായി തിരിക്കുന്ന പഴയ നയമൊക്കെ വീണ്ടും അവതരിപ്പിച്ചു. കർണാടക മേഖലകൾ സംഭാജിക്കും, ബാക്കിയുള്ളവ രാജാറാമിനും എന്ന നിലയിലായിരുന്നു അത്. എന്നാൽ ഇതിനെ സംഭാജി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സ്വാഭാവികമായും ഹംബീർ റാവുവിൻ്റെ പിന്തുണയുള്ള തനിക്ക് നിലവിലെ സിസ്റ്റത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുമെന്ന് സംഭാജിക്കും തോന്നിയിരിക്കാം. അങ്ങനെ ചർച്ചകളൊക്കെ പൂർണ്ണമായി പരാജയപ്പെട്ടു. അതോടെ സംഭാജിക്കെതിരായുള്ള സൈനിക നീക്കം ആരംഭിക്കുകയാണ്. ഇതിനിടയിൽ മൊറോബന്ത് പിംഗ്ലെയും അണ്ണാജി ദത്തോയുമൊക്കെ ഹംബീർ റാവുവിന് കത്തെഴുതുകയും രാജാറാമിനെ പിന്തുണ നൽകണമെന്ന് അറിയിക്കുകയുമുണ്ടായി. അതിനുശേഷം പൻഹാല കോട്ട ലക്ഷ്യമാക്കി പെഷ്വായുടെ നേതൃത്വത്തിൽ പടനീക്കം ആരംഭിക്കുകയാണ്. പട പുറപ്പെട്ടതിനപ്പുറം 1680 മെയ് 16 റായ്ഗഡ് കോട്ട പിടിച്ചെടുക്കാൻ സംഭാജിയെ പിന്തുണയ്ക്കുന്നവർ ശ്രമിച്ചതായി പറയുന്നുണ്ട്. എന്നാൽ ഈ നീക്കമൊക്കെ പരാജയപ്പെടുകയും അവരൊക്കെ തടവിലാക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ പേഷ്വ മൊറോബന്ത് പിംഗ്ലെ, അണ്ണാജി ദത്തോ, രാഹുജി സോമനാഥ്, പ്രഹ്ലാദ് നിരാജി തുടങ്ങിയവരൊക്കെ ചേർന്ന സൈന്യം കരട് മേഖലയിൽ എത്തിച്ചേരുകയുണ്ടായി. ഇവിടെയാണ് ഹംബീർ റാവു തൻ്റെ സൈന്യവുമായി നിലനിൽക്കുന്നത്. ഇതിനിടയിൽ ഇവർ തമ്മിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ച സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെ ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാനുള്ള സാധ്യത തേടിയ മൊറോബന്ത് പിംഗ്ലെ, അണ്ണാജി ദത്തോ എന്നിവർ ചർച്ചയ്ക്കായി പോവുകയാണ്. എന്നാൽ ഇവിടെ ചതി നടക്കുകയും ഇരുവരെയും ഹംബീർ റാവു മോഹിത്തെ പിടിച്ച് തടവിലാക്കുകയും സംഭാജിയുടെ പൻഹാല കോട്ടയിലേക്ക് അയക്കുകയുമുണ്ടായി. 1680 മെയ് അവസാനമായിരുന്നു ഇത്തരമൊരു സംഭവമുണ്ടായത്. ഒരുപക്ഷെ സംഭാജിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാവാം ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഏതായാലും ശിവജിയുടെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും കരുത്തുറ്റ മൊറോബന്ത് പിംഗ്ലെ ആയുധത്തിൻ്റെ ശക്തിയില്ലാതെ കരുതൽ തടങ്കലിലാവുന്ന അവസ്ഥ അവിടെ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടവർ ഹംബീർ റാവുവിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ രാജാറാമിനെ പിന്തുണയ്ക്കുന്നവർക്ക് പൂർണ്ണമായും ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെടുകയും സംഭാജിയെ എതിരിടാനാവില്ല എന്ന് തോന്നി ഹംബീർ റാവുവിന് മുന്നിൽ കീഴടങ്ങുകയുമാണ് ഉണ്ടായത്. അതോടെ സ്വരാജ്യയുടെ നായകനാകാൻ സംഭാജി ഒരുങ്ങുകയാണ്. എതിരാളികളെ തകർത്തെങ്കിൽ പോലും റായ്ഗഡ് കീഴടക്കി തൻ്റെ ശക്തി ഏവരെയും അറിയിച്ച് രാജ്യാധികാരം ഏറ്റെടുക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ റായ്ഗഡിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനും അവിടെയുള്ളവരെ തനിക്കൊപ്പം ചേർക്കാനുമുള്ള നടപടികളൊക്കെ സംഭാജി എടുത്തു തുടങ്ങി. അങ്ങനെ സംഭാജി സ്വയം പട നയിക്കുകയും 1680 ജൂണിൽ തന്നെ റായ്ഗഡ് മേഖലകളിലേക്ക് എത്തിച്ചേരുകയുമുണ്ടായി. കോട്ട മേഖലകളിലേക്ക് എത്തുന്നതിനൊക്കെ മുന്നേ പലയിടത്തും പൂജകളും മറ്റുമൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. വഴിയിൽ അദ്ദേഹം പ്രതാപ്ഗഡ് പോവുകയും കുടുംബദേവതയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ റായ്ഗഡിൻ്റെ താഴെയുള്ള പജഡ് ഗ്രാമമേഖലയിലേക്ക് സംഭാജി എത്തിച്ചേർന്നു. പക്ഷേ ആ സമയം ഒട്ടേറെ ഉന്നതർ സംഭാജിയെ സ്വീകരിക്കാനായി അവിടെ എത്തിച്ചേർന്നിരുന്നു. കോട്ടയിലെ തന്നെ പലരും സംഭാജിക്കൊപ്പം രഹസ്യമായി ചേർന്നിരുന്നതിനാൽ കോട്ടയുടെ പല വഴികളും തുറക്കപ്പെട്ടു. വളരെ എളുപ്പത്തിൽ തന്നെ റായ്ഗഡിലേക്ക് സംഭാജിക്ക് അതുകൊണ്ട് കയറാനും പറ്റി. 1680 ജൂൺ 18 സംഭാജി റായ്ഗഡിലേക്ക് കയറി എന്നാണ് ചരിത്ര എഴുത്തുകൾ പറയുന്നത്. രാജാറാമിനെ പിന്തുണച്ച ഒട്ടനവധി പേരെ വധിച്ചും മറ്റുള്ളവരെ ജയിലിലിട്ടും തൻ്റെ അവസാന എതിർശബ്ദത്തെയും സംഭാജി ഇല്ലാതാക്കുകയും രാജ്യത്തിനു മുകളിലുള്ള തൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. തൻ്റെ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹം പലരെയും ജയിൽ മോചിതരാക്കിയതായും ഒക്കെ പറയുന്നുണ്ട്. സോരാഭായിയോടും രാജാറാമിനോടും ആദരവോടെ തന്നെയാണ് പെരുമാറിയത് എന്നും പറയുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം സോയറാബായി എന്നത് ഹംബീർ റാവു മോഹിത്തയുടെ സഹോദരി ആയിരുന്നു എന്നതുകൊണ്ട് കൂടിയാവാം. ഏതായാലും സോയറാബായി മരിക്കുന്നത് 1681 ഒക്ടോബറിൽ മാത്രമാണ്.
റായ്ഗഡിൽ തൻ്റെ ആധിപത്യം ഉറപ്പിച്ച സംഭാജി തനിക്ക് അനുകൂലമായ ഉദ്യോഗസ്ഥരെ തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് നിയമിച്ചു. തുടർന്ന് രാജാവാകുന്ന ചടങ്ങ് 1680 ജൂലൈ 20 നടക്കുകയും ചെയ്തു. നിർണായകമായ പലരെയും സംഭാജി വീട്ടുതടങ്കലിലാക്കിയ കാര്യം പറയുകയുണ്ടായല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട മൊറോബത്ത് പിംഗ്ലയെ കിരീടധാരണ സമയത്ത് സംഭാജി മോചിപ്പിക്കുകയും അദ്ദേഹത്തിന് സ്ഥാനം നൽകുകയും ചെയ്തു. എന്നാൽ അധികകാലം കഴിയുന്നതിന് മുന്നേ അദ്ദേഹവും മരിക്കുകയുണ്ടായി. അതിനുശേഷം പേഷ്വാ സ്ഥാനം അദ്ദേഹത്തിൻ്റെ മകനായ നീലോപന്തിന് നൽകിയതായും കാണാം. എന്നാൽ മറ്റുള്ളവർ അവർ ചെയ്തിരുന്ന അതേ പദവികൾ വീണ്ടും നൽകിയില്ല എന്നും കാണാവുന്നതാണ്. അതുപോലെ തന്നെ സംഭാജിക്കൊപ്പം നിലകൊണ്ടവർ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശിവജിയുടെ വിശ്വസ്തരും സംഭാജിയുടെ വിശ്വസ്തരും ഇടകലർന്ന ഒരു ഭരണതലം സ്വരാജ്യയിൽ സൃഷ്ടിക്കപ്പെട്ടു. തൻ്റെ കിരീടധാരണ ചടങ്ങ് 1681 ജനുവരി 16 ഗംഭീരമായി നടത്തുകയും സ്വരാജ്യയുടെ നായകനായി ശിവജിക്ക് ശേഷം സംഭാജി മാറുകയുമുണ്ടായി. 1670കൾക്കിപ്പുറം ശിവജി നടത്തിക്കൊണ്ടിരുന്ന സ്വരാജ്യയുടെ മുഗൾ യുദ്ധങ്ങൾ 1680 ശേഷം 1689 വരെയും സംഭാജിയും തുടരുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ സംഭാജിയുടെ ഭരണകാലം അത്രയും മറാത്ത മുഗൾ യുദ്ധം നിലനിന്നു എന്നും പറയാം.